നമസ്കാരം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനം. എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37-ാം തിരുവചനം. നീ നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 20-ാം തിരുവചനം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുകയും സഹോദരനെ ദ്രോഹിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ. ഈ അവസരത്തിൽ എല്ലാ വോട്ടർമാർക്കും വളരെ ശക്തമായ ഒരു സംശയമുണ്ട്, ആർക്ക് വോട്ട് ചെയ്യണം എന്നത്. എല്ലാ കാലത്തും അതുണ്ടായിരിക്കുന്നതാണ്. ആർക്ക് വോട്ട് ചെയ്യണം എന്നത് നമ്മെ സംബന്ധിച്ച് വളരെ വിവേകത്തോടെ, വളരെ ശ്രദ്ധയോടെ എടുക്കേണ്ട തീരുമാനമാണ്. ഒരു സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷനിലുള്ള ഓരോ സ്ഥാനാർത്ഥികളും അതാത് പ്രദേശങ്ങളിലുള്ളവരായിരിക്കും എന്നത് കൃത്യമാണ്. അവരുടെ വോട്ടർമാരും അതാത് സ്ഥാനാർത്ഥികളുടെ അയൽവാസികളായിരിക്കും. ഈ വോട്ടർമാരുടെ സ്വഭാവത്തെപ്പറ്റി, അവരുടെ പൊതുപ്രവർത്തന പാരമ്പര്യത്തെപ്പറ്റി, അല്ലെങ്കിൽ അവർ മനുഷ്യർക്ക് ചെയ്യുന്ന നന്മയെപ്പറ്റി ഒന്ന് ചിന്തിച്ചുകൊണ്ട് വേണം നാം വോട്ട് ചെയ്യാൻ. ആ ഒരു മെമ്പറായതുകൊണ്ട് കിട്ടുന്ന ഒരു ശമ്പളത്തെ ആശ്രയിച്ച്, പ്രതീക്ഷിച്ച് ഇലക്ഷൻ നിൽക്കുന്ന ധാരാളം പേരുണ്ട്. രാഷ്ട്രീയ പാർട്ടിക്കാരും അംഗീകരിച്ചും അതുപോലെ തന്നെ അംഗീകരിക്കാതെയും വിമതന്മാരും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നിട്ടുണ്ട്. എപ്പോഴും അത് നാം കാണുന്നതുമാണ്. പക്ഷേ ഒരു നീതിബോധമുള്ള പൗരനെ സംബന്ധിച്ച് അവൻ ചെയ്യേണ്ടത്, ആർക്കാണ് അർഹത, ആരാണ് യഥാർത്ഥത്തിൽ പൊതുപ്രവർത്തനത്തിന് യോഗ്യർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മുകളിൽ പറഞ്ഞ തിരുവചനങ്ങൾ അനുസരിച്ച് തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ നാം ചെയ്യുന്നത് വലിയ വിനയായിരിക്കും, നമുക്ക് തന്നെ ദ്രോഹമായിരിക്കും, നമ്മുടെ നാടിനു ശാപമായിരിക്കും. അതുകൊണ്ട് നല്ല പ്രവർത്തന ശൈലിയുള്ളവരെയും നിസ്വാർത്ഥരെയും മാത്രം തിരഞ്ഞെടുത്ത് വിജയിപ്പിക്കുക എന്നത് നമ്മുടെ കടമയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നന്ദി. ഏവർക്കും സമാധാനം സംതൃപ്തമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.